ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ കേരള പാഠാവലിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഥവാ ഇന്ന് നടന്ന കേരള പാഠാവലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ്. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഒന്നാമത്തേത് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. ഇവിടെ മാധവിക്കുട്ടിയുടെ കുറച്ച് വരികളാണ് തന്നിട്ടുള്ളത്. നീർമാതളം പൂത്ത കാലം എന്ന കഥയിലേതാണ്. അപ്പോൾ ഇനി ഇതിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ചോദ്യം: നീർമാതള പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്നത് ഏതുപോലെയാണ്? ചെണ്ടകൊട്ട് പോലെ, ഗാനശകലം പോലെ, തായമ്പക പോലെ. ഏതാണ്? ഗാനശകലം പോലെ എന്നുള്ളതാണ് ആൻസർ. വീണയെ അനുസ്മരിക്കുന്നത് ഏതു പൂവിൻ്റെ സുഗന്ധമാണ്? പനിനീർ പൂവിൻ്റെ, പാരിജാതത്തിൻ്റെ, നീർമാതളത്തിൻ്റെ. ഏതാണ്? പനിനീർ പൂക്കളുടേതാണ്. ഇനി പവിഴമല്ലി തരംഗത്തിൻ്റെ മണിനാദങ്ങൾ ഉയർന്നതെങ്ങനെ? പവിഴമല്ലികളിലെ മഞ്ഞുതുള്ളികൾ കാറ്റേറ്റ് പവിഴമല്ലികൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ പവിഴമല്ലികൾ പൊഴിയുമ്പോൾ. ഏതാണ് ആൻസർ? പവിഴമല്ലികളുടെ മഞ്ഞുതുള്ളികളിൽ കാറ്റേറ്റ് എന്നതാണ് ശരിയായ ആൻസർ. ഇനി തായമ്പക പോലെ മണമുതിർക്കുന്ന പൂവേത്? ചെമ്പകം, പാരിജാതം, നീർമാതളം. ഏതാണ്? ചെമ്പകമാണ്. ഇനി തല ഉയർത്തിപ്പിടിച്ചു നിന്ന് വെയിലും തല താഴ്ത്തി മഴയും കൊണ്ടിരുന്നു ആ മരം എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത്? ജീവജാലങ്ങൾ പ്രകൃതിയെ വെറുക്കുന്നു, ജീവജാലങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു, ജീവജാലങ്ങൾ പ്രകൃതിയെ ഭയക്കുന്നു. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജീവജാലങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 ചോദ്യവും അവയുടെ ഉത്തരവും നോക്കി. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു അനുഭവക്കുറിപ്പാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ. നിങ്ങൾക്കും ഉണ്ടാകില്ലേ കൂട്ടുകാരുമായുള്ള ഒട്ടേറെ അനുഭവങ്ങൾ? ഉറ്റ ചങ്ങാതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഒരു അനുഭവം കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞാൽ നല്ല ചങ്ങാതി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്ന അർത്ഥത്തിലാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കും ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ടാണ് നിങ്ങളിവിടെ അനുഭവക്കുറിപ്പ് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തേത് ലഘു ഉപന്യാസമാണ്. തൻ്റെ നാടിനെക്കുറിച്ച് ഹരിമാഷി എഴുതിയതാണ് ഈ വരികൾ. ഇതുപോലെ നിങ്ങളുടെ നാടിനെക്കുറിച്ച് അറിയുന്നതും ശേഖരിച്ചതുമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മുടെ കേരളം നാട് എന്ന വിഷയത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ നാടിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ നാടിൻ്റെ ഗ്രാമഭംഗിയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ അവിടെയുള്ളത് അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല അനുഭവമായിട്ടും നല്ല ആശയങ്ങളോടു കൂടിയും നല്ല ഭാവത്തോടു കൂടിയും നിങ്ങൾ എഴുതി തയ്യാറാക്കേണ്ടതാണ്. ഇത് ഉപന്യാസമാണ്. അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തലക്കെട്ടും തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ നടത്തുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും പരിപാടികളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഇതിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാവും എഴുതിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ഇനി സമാന പദം എഴുതുക. കോകിലം എന്നുള്ളതാണ്. കുയില്, മയില്, വണ്ട്. കുയില് എന്നതാണ് ശരിയായ ഉത്തരം. ഇനി പ്രവർത്തനം 4 വാഗ്മയ ചിത്രമാണ്. കരിമ്പനകൾ തിടമ്പേറ്റി നിൽക്കുന്ന പാടവരമ്പിലൂടെ പച്ചപ്പായലുകൾ ചായം വരച്ച കാൽപ്പടവുകൾ കയറിയാൽ എൻ്റെ വീട്ടിലെത്താം. വിനു തൻ്റെ വീടിനെക്കുറിച്ച് തയ്യാറാക്കിയ വാഗ്മയ ചിത്രത്തിൻ്റെ തുടക്കമാണിത്. നിങ്ങളുടെ വീടിനെക്കുറിച്ച് വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അപ്പോൾ വാഗ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വിനുവിൻ്റെ വീടിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ, നമ്മുടെ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു അല്ലേ. അതേപോലെ നിങ്ങളുടെ വീടിനെ കുറിച്ച് നിങ്ങൾ എഴുതുമ്പോൾ ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എന്തെങ്കിലും ലാൻഡ്മാർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് വാഗ്മയ ചിത്രം എഴുതേണ്ടത്. ഇതെല്ലാം കൂട്ടുകാരുടേതായ ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ എല്ലാം ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇനി ഇതിലെ പ്രാതൽ എന്ന കഥ എഴുതിയത് ആര്? എസ് ഗുപ്തൻ നായർ, വി കെ എൻ, ഡി പത്മനാഭൻ. ആരാണ്? വി കെ എൻ ആണ് എഴുതിയിട്ടുള്ളത്. ഇനി 5ാമത്തെ പ്രവർത്തനം ശീർഷകം നൽകുക എന്നതാണ്. ഇവിടെ ഒരു കഥ തന്നിട്ടുണ്ട്. ആ കഥക്ക് ഉചിതമായ ശീർഷകം നൽകി ഔചിത്യം വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കഥ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് പറഞ്ഞു. ഇവൻ ഒന്ന് പഠിക്കുമ്പോൾ ചായപ്പൻസ് കണ്ടിട്ട് അപ്പോൾ എന്താണ്? ഒരു കുട്ടിയുടെ ഒരു കഥയാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തെളിയുന്നത് അത് എഴുതിയാൽ മതി. എന്തുകൊണ്ടാണോ നിങ്ങൾ ആ ശീർഷകം കൊടുത്തത് എന്നും കൂടെ നിങ്ങളൊന്ന് എഴുതണം. ഇനി ഇതിലെ ബി ചോദ്യം: ഇങ്ങനെ നിന്നതാര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കർണങ്ങളാരെന്നും തിന്നം കുലമ്പിച്ചു കണ്ണൻ കുഴലുകൾക്ക് കൊടുത്തു ചെമ്മേ. ഷഡ്പദങ്ങൾ പശുക്കൾ, മാൻപേടകൾ. ഉത്തരം മാൻപേടകളാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നില്ല, നമ്മൾ വേഗം പറഞ്ഞു പോവാണ്. ആൻസർക്കാണ് കൂട്ടുകാർക്ക് ഇനിയും എക്സാം ഉണ്ട്, ഇനിയും പഠിക്കാനുണ്ടല്ലേ. ഇനി അടുത്തത് ജീവചരിത്ര കുറിപ്പാണ്. വി കെ എന്നിനെ കുറിച്ചിട്ടുള്ള ജീവചരിത്ര കുറിപ്പാണ് എഴുതേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹെഡിങ് ആയിട്ട് വി കെ എൻ എന്ന് കൊടുക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജനനം, മരണം, UNA ആകാശവാണി പത്രപ്രവർത്തകൻ, അദ്ദേഹം എന്തൊക്കെ പദവിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പിതാമഹന് ആരോഹണം, പയ്യൻ കഥകൾ,
തിരക്കഥ അപ്പുണ്ണിയാണ്. അപ്പുണ്ണി എന്ന തിരക്കഥ എഴുതിയിട്ടുണ്ട്. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഹാസ്യരചനകൾ നടത്തിയിട്ടുണ്ട്. നോവലിസ്റ്റാണ്, കഥാകൃത്താണ്. അതുപോലെ തന്നെ NP പോൾ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അതിലെഴുതാം. ഇനി പ്രാതൽ എന്ന കഥ എഴുതിയ VKN ചരിത്രക്കുറിപ്പാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടേതായ അനുഭവങ്ങളും നിങ്ങളുടേതായ കാര്യങ്ങളും എഴുതാനാണ്. എന്തായാലും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്